നടീനടന്മാരായി മാറി അതിഥികൾ പോയി കഴിഞ്ഞ ഇടനാഴിയിലെ പഴകിയ കണ്ണടിയിൽ പ്രതിഫലിച്ച എൻ്റെ സ്വന്തം മുഖവും നോക്കിക്കൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ നിമിഷ നേരം നിൽക്കാറുണ്ടായിരുന്നു, എന്തിനെയോ തേടിക്കൊണ്ട്. സർവ്വ സൗകര്യങ്ങൾക്കും നടുവിൽ കമല എന്ന കൗമാരക്കാരി അനുഭവിച്ച ഏകാന്തതയുടെ പ്രതിഫലനമായി ഈ വാക്ക്. ആ വലിയ വീട്ടിൽ വേലക്കാരുടെ അകമ്പടിയിലും അവരെ സ്വാധീനിച്ച അപകർഷതാബോധം സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ളതായിരുന്നു. പട്ടാളച്ചിട്ടയിൽ വളർത്തപ്പെടാൻ നിർബന്ധിക്കപ്പെട്ട ബാല്യം, വർണ്ണാഭമായ കുപ്പായങ്ങളും മറ്റു കുട്ടികളെ പോലെ ഒഴിവു സമയങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കിടുവാനോ അച്ഛൻ കമലയെ അനുവദിച്ചിരുന്നില്ല. ഒരു നായ്ക്കുട്ടിയെ വാങ്ങാൻ വാശി പിടിച്ചപ്പോഴും നിരാശയായിരുന്നു വാ. എൻ്റെ പിന്നിൽ വാലാട്ടിക്കൊണ്ട് നടക്കുവാൻ ഒരു പട്ടിക്കുട്ടിയെ വില കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ കനശലായി നോക്കി. പട്ടികളുടെ സ്നേഹപ്രകടനം അവർക്ക് ഒരുതരം സുരക്ഷിത ബോധം നൽകിയിരുന്നു. എന്നോട് സ്നേഹം പ്രദർശിപ്പിക്കുവാൻ മനുഷ്യനോ മൃഗമോ തയ്യാറായില്ല. പിൽക്കാലത്ത് പ്രണയത്തിൻ്റെ രാജകുമാരി എന്ന് വിളിക്കപ്പെട്ട കമലാ സുരയ്യയുടെ വാക്കും നാലപ്പാട്ട് തറവാട് നൽകിയ സ്നേഹവും സുരക്ഷിതത്വവും മാത്രം അവരെ നിലനിർത്തിപ്പോന്നു. അമ്മാമ്മയുടെ കരുതലിൻ്റെ കീഴൊളിക്കുവാൻ മാത്രം അവധികൾ കൽക്കത്തയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ ഒരിടത്ത് അവർ പറഞ്ഞു വെച്ചു, അമ്മാമ്മനും പോയി, അമ്മാമ്മയും പോയി, ജ്യേഷ്ഠനും പോയി, സ്നേഹിച്ചിരുന്നവരെല്ലാം പോയി. ജീവിക്കാൻ കാരണങ്ങൾ വൃഥാ തേടിക്കൊണ്ട് ഞാൻ മാത്രം എല്ലാവരെയും ഓർമ്മിച്ച് എന്നും ജീവിക്കും. ഈ പുസ്തകത്തിലുടനീളം എന്നെ അതിശയിപ്പിച്ച ഒന്ന് എൻ്റെ ഏകാന്തത തുറന്നു പറയുവാൻ അവർ കാണിച്ച ധൈര്യമാണ്. ഒരു തുറന്നെഴുത്താണ് നീർമാതളം പൂത്തകാലം. നിഷ്കളങ്കതയുടെ, കുറ്റപ്പെടലിൻ്റെ, ഗൃഹാതിരത്വത്തിൻ്റെ ഒരു തുറന്നെഴുത്ത്. വായിച്ചു കഴിഞ്ഞും ഓരോ വായനക്കാരൻ്റെയും ഉള്ളിൽ സജീവമായി നിൽക്കുന്ന എന്തോ ഒന്ന് എതിരുണ്ട്. ഒരു കൗമാരക്കാരിയുടെ വിങ്ങൽ, ആശങ്കകൾ, മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നത്. പറക്കാൻ കൊതിക്കുന്ന ഒരു പക്ഷിയെ കൂട്ടിലിട്ടെന്ന പോലെ ചിറകിട്ടടിച്ചു മാത്രം ബാല്യം കഴിച്ച ഒരു പെൺകുട്ടി, സ്നേഹത്തിന് വേണ്ടി ജീവിതം ഒഴുകി വെച്ചു. എവിടെയൊക്കെയോ ഒരാഴ്ച കാലത്തേക്ക് വേണ്ടി മാത്രം പൂക്കുന്ന ഈ നീർമാതളം എന്നിലും വസന്തം വിടർത്തിയിരുന്നു. എവിടെയൊക്കെയോ കമല എന്ന കൗമാരക്കാരിക്ക് എന്നോടും സാദൃശ്യമുണ്ടായി. കാരണം ഓർമ്മച്ചെപ്പിലൊളിപ്പിച്ചു വെച്ച് അവർ തുറന്നു കാണിച്ചത് സ്വന്തം ജീവിതമായിരുന്നു. കുറവുകളുള്ള, പോരായ്മകൾ നിറഞ്ഞ ഒരു ജീവിതം.